ഓക്കെ, അടുത്ത പോർഷനിലോട്ട് പോകാൻ സമയമായി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് IPsec എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് സെക്യൂരിറ്റി ആപ്ലിക്കേഷൻ ആയിരുന്നു. ഫോർ ഓൾ ടൈപ്സ് ഓഫ് കണ്ടൻറ്റ് അല്ലെങ്കിൽ ഫോർ ഓൾ ടൈപ്സ് ഓഫ് ആപ്ലിക്കേഷൻസ് IPsec ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഇൻ ഓർഡർ ടു എൻഷുർ സെക്യൂരിറ്റി എന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലേ. അല്ലാതെ ഇമെയിൽ സ്പെസിഫിക് ആയിട്ടോ അല്ലെങ്കിൽ വെബ് സെക്യൂരിറ്റിക്ക് വേണ്ടിയോ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഇന്ന ആപ്ലിക്കേഷൻ എന്നില്ല. ജനറലി ഏറെക്കുറെ ആപ്ലിക്കേഷൻസിന് നമുക്ക് IPsecൻ്റെ കൺസെപ്റ്റ് കൊണ്ടുവന്ന് സെക്യൂരിറ്റി എൻഷുർ ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ IPsec നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് വിത്ത് ഹെൽപ്പ് ഓഫ് 2 പ്രോട്ടോക്കോൾസ് ആണെന്ന് പറഞ്ഞു, ഓതൻറ്റിക്കേഷൻ ഹെഡറും ESPയും. അപ്പോൾ ഈ ഓതൻറ്റിക്കേഷൻ ഹെഡറാണ് യൂസ് ചെയ്യുന്നതെങ്കിലും ESP ആണ് യൂസ് ചെയ്യുന്നതെങ്കിലും ഈച്ച് ഓഫ് ദീസ് പ്രോട്ടോക്കോൾസ് ക്യാൻ വർക്ക് ഇൻ 2 മോഡ്സ്, ട്രാൻസ്പോർട്ട് മോഡ് ആൻഡ് ടണൽ മോഡ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം AH ട്രാൻസ്പോർട്ട് മോഡ് അല്ലെങ്കിൽ AHൻ്റെ ടണൽ മോഡ് അല്ലെങ്കിൽ ESP ട്രാൻസ്പോർട്ട് മോഡ്, ESP ടണൽ മോഡ്, ഇതൊക്കെ സ്പെസിഫിക് ആയിട്ട് നോക്കുന്നതിന് മുന്നേ വാട്ട് ഈസ് ആക്ച്വലി ദ കൺസെപ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ട് മോഡ് അല്ലെങ്കിൽ വാട്ട് ഇസ് ദ കൺസെപ്റ്റ് ഓഫ് ടണൽ മോഡ് എന്നുള്ളത് നോക്കാം. പൊതുവെ ട്രാൻസ്പോർട്ട് മോഡിലാണെങ്കിൽ എങ്ങനെയായിരിക്കും, ടണൽ മോഡിലായിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും, അതാണ് നമുക്ക് സ്പെസിഫിക് ആയിട്ട് നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ട്രാൻസ്പോർട്ട് മോഡിലാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് മീൻസ് AH പ്രോട്ടോക്കോൾ അല്ലെങ്കിൽ ESP പ്രോട്ടോക്കോൾ ട്രാൻസ്പോർട്ട് മോഡിലാണ് സെറ്റ് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കുന്നതെങ്കിൽ ഓക്കെ വി വിൽ ബി ഏബിൾ ടു എൻക്രിപ്റ്റ് ആൻഡ് ഓപ്ഷണലി ഓതൻറ്റിക്കേറ്റ് IP ഡേറ്റ. ഓക്കെ, അതായത് ട്രാൻസ്പോർട്ട് മോഡിൽ സെറ്റ് ചെയ്യുന്ന ഏതൊരു IPsec ആപ്ലിക്കേഷനും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്തിനായിരിക്കും, എൻക്രിപ്ഷന് വേണ്ടിയായിരിക്കും. വേണമെങ്കിൽ ഓതൻറ്റിക്കേഷൻ അഡോപ്റ്റ് ചെയ്ത് നമുക്ക് ഓതൻറ്റിസിറ്റി മെൻഷർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, മാത്രമല്ല ട്രാഫിക് അനാലിസിസും വളരെ എഫിഷ്യൻ്റായിട്ട് പെർഫോം ചെയ്യാൻ നമ്മൾ ട്രാൻസ്പോർട്ട് മോഡിൽ സെറ്റ് ചെയ്യുവാണെങ്കിൽ സാധിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ ESP ഓക്കെ എൻക്യാപ്സുലേറ്റിംഗ് സെക്യൂരിറ്റി പേലോട്ടിലെ ഹോസ്റ്റ് സെക്യൂരിറ്റി എൻഷുർ ചെയ്യാനും നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ട്രാൻസ്പോർട്ട് മോഡ് യൂസ് ചെയ്യാം. ദാറ്റ് മീൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്. ESP എന്തിനു വേണ്ടിയായിരുന്നു യൂസ് ചെയ്യുന്നത്, ESP ഈസ് എ പ്രോട്ടോകോൾ വിച്ച് ഇസ് യൂസ്ഡ് ഇൻ ഓർഡർ ടു പെർഫോം എൻക്രിപ്ഷൻ ആൻഡ് ഓപ്ഷണലി ഡു ഓതൻറ്റിക്കേഷൻ. ശരിയല്ലേ? അതേ സെയിം കൺസെപ്റ്റ് തന്നെയല്ലേ ട്രാൻസ്പോർട്ട് മോഡിലും പറയുന്നത്. അപ്പം പൊതുവേ ESPക്കാർക്കാണ് ട്രാൻസ്പോർട്ട് മോഡിൽ സെറ്റ് ചെയ്ത് വർക്ക് ചെയ്യിപ്പിച്ച് സെക്യൂരിറ്റി എൻഷുർ ചെയ്യാൻ നല്ലത്. ഓക്കെ, ഇനി ടണൽ മോഡാണെങ്കിൽ അങ്ങനെയല്ല. ഓക്കെ, ടണൽ മോഡ് എന്തിനാണ്, നമ്മൾ എൻ്റർ IP പാക്കറ്റിന് മൊത്തത്തിൽ എൻക്രിപ്ഷൻ ചെയ്യാനാണ് ടണൽ മോഡ് യൂസ് ചെയ്യുന്നത്. അതേസമയം ട്രാൻസ്പോർട്ട് മോഡ് അങ്ങനെയല്ല. നമ്മൾ എൻ്റർ IP പാക്കറ്റിനൊന്നും സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ ട്രാൻസ്പോർട്ട് മോഡിൽ പറ്റില്ല. ഓക്കെ, ഒരു സ്പെസിഫിക് ലിമിറ്റ് വരെ മാത്രമേ നമുക്ക് സെക്യൂരിറ്റി വിത്ത് ഹെൽപ്പ് ഓഫ് ട്രാൻസ്പോർട്ട് മോഡിൽ പോസിബിൾ ആവത്തുള്ളൂ. ഓക്കെ, അതേസമയം ടണൽ മോഡ് അങ്ങനെയല്ല. നമ്മളൊരു ടണലിൽ പോയി കഴിഞ്ഞാൽ ത്രൂ ഔട്ട് നമ്മൾ ടണലിനകത്ത് നിന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, മൊത്തത്തിലൊരു സെക്യൂരിറ്റിയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അല്ലേ. ഓക്കെ, ലെഫ്റ്റ് റൈറ്റ് ടോപ്പ് ബോട്ടം എല്ലാം സെക്യൂരിറ്റി എൻഷുർ ചെയ്യുന്നുണ്ട്. മാത്രമല്ല അടുത്ത പാക്കറ്റിലോട്ട് പോകുമ്പോൾ അതിനും നമുക്കൊരു സെക്യൂരിറ്റി എൻഷുർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പം അതാണ് ടണൽ മോഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്നത് കണ്ടോ, പുതിയ ഹോപ്പിലോട്ട് പോകുമ്പോൾ ദാറ്റ് മീൻസ് പുതിയ നെറ്റ്വർക്ക് വഴി അടുത്ത പാക്കറ്റിലോട്ട് കണക്ഷൻ നമ്മൾ പോകുമ്പോൾ പോലും അവിടെയും നമുക്ക് പുതിയ ഹെഡേഴ്സ് ആഡ് ചെയ്ത് എൻക്രിപ്ഷന് വേണ്ടിയുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ അവിടെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. അല്ലാതെ ഇപ്പോഴത്തെ IP പാക്കറ്റ്സ് കൊണ്ട് മാത്രം സെക്യൂരിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടി ഒരു എൻക്രിപ്ഷൻ ടാസ്ക് മാത്രമല്ല ചെയ്യുന്നത്. വാട്ട് എവർ ഇസ് ദ നെക്സ്റ്റ് പാക്കറ്റ് ദാറ്റ് ഹാസ് ടു ബി ട്രാൻസ്മിറ്റഡ് അതിനും കൂടി സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഹെഡേഴ്സും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് ആഡപ്പ് ചെയ്താണ് വിടുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ കണ്ടോ നമുക്ക് ഇന്നർ IP ഹെഡേഴ്സും അതിന് വേണ്ടിയുള്ള റൗട്ടേഴ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ റൗട്ടേഴ്സും വെച്ചിട്ട് മാത്രം നമുക്ക് ഒരു പാക്കറ്റിൽ നിന്ന് വേറൊരു പാക്കറ്റിലോട്ടൊരു ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ കണക്ഷൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല വിത്ത് ഹെൽപ്പ് ഓഫ് ടണൽ മോഡ്. ആൻഡ് ദിസ് ഈസ് യൂഷ്വലി ഗുഡ് ഫോർ വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക്സ് ആൻഡ് ഗേറ്റ് ടു സെക്യൂരിറ്റി. ഗേറ്റ് വേ എന്താണെന്നറിയാലോ, വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്കും അറിയാം. അപ്പം ഈ ടണൽ മോഡിൽ സെറ്റ് ചെയ്യുന്നത് എപ്പോഴായിരിക്കും, ഇഫ് യു ആർ ഗോയിങ് ടു വർക്ക് ഫോർ ദ സെക്യൂരിറ്റി ഓഫ് വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് ആസ് വെൽ ആസ് ഗേറ്റ് വേ സെക്യൂരിറ്റി, ദെൻ ദിസ് പെർട്ടിക്കുലർ തിങ് വിൽ ബി ഹെൽപ്ഫുൾ. ഓക്കെ, അപ്പോൾ ട്രാൻസ്പോർട്ട് മോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിംഗിൾ IP പാക്കറ്റിൻ്റെ കാര്യം മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. അത് എൻക്രിപ്ഷൻ മാത്രമല്ല നോക്കുന്നത്, ഓതൻറ്റിക്കേഷൻ കൂടി വേണമെങ്കിൽ നമുക്ക് ശ്രമിക്കാം. ട്രാഫിക് അനാലിസിസ് വളരെ നല്ല രീതിയിൽ ട്രാൻസ്പോർട്ട് മോഡിൽ ചെയ്യാൻ പറ്റും. ESPക്കാർക്കാണ് ഇത് പൊതുവേ നല്ലത്. ടണൽ മോഡ് ESPക്കാർക്കാണോ AHക്കാർക്കാണോ നല്ലത് എന്ന് പറയുന്നില്ല. പക്ഷേ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, എൻക്രിപ്ഷൻ മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ദ തിങ് ഇസ് ദാറ്റ് ഈ എൻക്രിപ്ഷൻ തന്നെ ഒറ്റ പാക്കറ്റിന് മാത്രമല്ല, എൻറ്റയർ പാക്കറ്റിനും നമ്മൾ എൻക്രിപ്ഷൻ ചെയ്യുന്നതോടൊപ്പം തന്നെ അടുത്ത കണക്ഷനിന് വേണ്ടിയുള്ള പാക്കറ്റ്സിനെയും എൻക്രിപ്ഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യം കൂടി നമ്മൾ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ കറണ്ട് ആയിട്ടുള്ള പാക്കറ്റ്സിനെ എൻക്രിപ്റ്റ് ചെയ്ത് വിടുന്നത്. ഓക്കെ, അപ്പോൾ വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക്സും ഗേറ്റ് വേ സെക്യൂരിറ്റിക്കെല്ലാം ഇത് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻഡിവിജ്വലി 1 by 1 നോക്കാം. ഓതൻറ്റിക്കേഷൻ ഹെഡർ എന്താണ്, ESP എന്താണെന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് വർക്ക് ചെയ്യാൻ പറ്റുന്ന 2 ഡിഫറെൻറ്റ് ടണൽ മോഡായാലും ട്രാൻസ്പോർട്ട് മോഡായാലും ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ദിസ് പ്രോട്ടോകോൾസ് നമുക്ക് നോക്കാം.
ഓക്കെ, സോ വാട്ട് ഈസ് ആക്ച്വലി ഓതൻറ്റിക്കേഷൻ ഹെഡർ? ഓൾറെഡി പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ഓതൻറ്റിക്കേഷൻ ഹെഡർ എന്താണ്? ഓതൻറ്റിക്കേഷൻ ഹെഡർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഓതൻറ്റിക്കേഷൻ എൻഷുർ ചെയ്യുന്നത് അല്ലേ? ഓതൻറ്റിക്കേഷൻ്റെ കാര്യം മാത്രമേ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യാറുള്ളൂ ഇൻ ദ കേസ് ഓഫ് ഓതൻറ്റിക്കേഷൻ ഹെഡർ പ്രോട്ടോക്കോൾ. ഓക്കെ, അപ്പോൾ ഓതൻറ്റിക്കേഷൻ്റെ കാര്യം മാത്രം ശ്രദ്ധിക്കുന്നത് കൊണ്ട് ഡേറ്റയുടെ പ്യൂരിറ്റിയെ പറ്റി നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. എന്താണ് ഡേറ്റയുടെ പ്യൂരിറ്റി? ശരിക്കുമുള്ള കസ്റ്റമറാണ്, ഓതൻറ്റിക്കേറ്റഡ് കസ്റ്റമറാണ് അല്ലെങ്കിൽ ഓതൻറ്റിക്കേറ്റഡ് സെൻഡറാണ് ഈ മെസ്സേജ് സെൻഡ് ചെയ്യുന്നതെങ്കിൽ ഡേറ്റ എക്സാക്ട്ലി വിൽ ബി ഇൻ എ പ്യുവർ ഫോം അല്ലേ? ശരിക്കുമുള്ള ആൾ തന്നെയാണ് മെസ്സേജ് ക്രിയേറ്റ് ചെയ്ത് അയക്കുന്നതെങ്കിൽ അത് ഒറിജിനൽ ഫോമിൽ തന്നെ ആയിരിക്കും, പ്യുവർ ഫോമിൽ തന്നെ ആയിരിക്കും ഈ മെസ്സേജ് സെൻഡർ സൈഡിൽ നിന്നും റിസീവർ സൈഡിലോട്ട് എത്തുന്നത്. ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഹാക്കിംഗ് സംഭവിച്ചാൽ മാത്രമേ പ്രശ്നമുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ ഇഫ് ദ ഓതൻറ്റിക്കേറ്റഡ് പേഴ്സൺ ഇറ്റ് സെൽഫ് ഇസ് ദ സെൻഡർ ഹു ആർ സെൻഡിങ് ദ മെസ്സേജ് ഫ്രം ദ സെൻഡർ സൈഡ് ടു ദ റിസീവർ സൈഡ്, ദെൻ ഡെഫിനറ്റ്ലി ഈ പറയുന്ന മെസ്സേജ് പ്യുവർ മെസ്സേജ് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഡേറ്റ ഇൻറ്റഗ്രിറ്റിയുടെ കാര്യം ഇവിടെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്താ പറയുന്നത്, ഈ ഓതൻറ്റിക്കേഷൻ ഹെഡറിൻ്റെ കൺസെപ്റ്റ് നമുക്കറിയാം ഓതൻറ്റിസിറ്റിക്ക് വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് യൂസേഴ്സ് ആയാലും സിസ്റ്റംസ് ആണെങ്കിലും, ഇഫ് ഇറ്റ് ഇസ് എൻ ഇൻഡിവിജ്വൽ യൂസർ അതർവൈസ് ഇഫ് ഇറ്റ് ഇസ് എ പെർട്ടിക്കുലർ സിസ്റ്റം ഹൂവർ ഇസ് ഇൻവോൾവ് ഇൻ ഓതൻറ്റിക്കേറ്റിംഗ് ദ പേഴ്സൺ, അവർക്കെല്ലാം ഇത് ഈസിലി ഓതൻറ്റിക്കേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ദാറ്റ് മീൻസ് യൂസേഴ്സ് ആയാലും സിസ്റ്റംസ് ആയാലും ഈ പറയുന്ന ഓതൻറ്റിക്കേഷൻ ടാസ്ക് സുഖമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊക്കെ ടൈപ്സ് ഓഫ് അറ്റാക്സിനെ അവോയ്ഡ് ചെയ്യാം? അഡ്രസ് സ്പൂഫിംഗ് അറ്റാക്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാം. ദാറ്റ് മീൻസ് ഫേക്ക് IP അഡ്രസ്സ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് അഡ്രസ് സ്പൂഫിംഗ് എന്ന് പറയുന്നൊരു അറ്റാക്ക് ഉണ്ട്. ഓക്കെ, ഈ അഡ്രസ് സ്പൂഫിംഗ് അറ്റാക്സ് ഒക്കെ ഒരു പരിധി വരെ നമുക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും ഇഫ് യു ആർ യൂസിങ് ദ കൺസെപ്റ്റ് ഓഫ് ഓതൻറ്റിക്കേഷൻ ഹെഡർ പ്രോട്ടോകോൾ ഫോർ ഇംപ്ലിമെൻറ്റിംഗ് IPsec. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്കിൻ്റെ കൺസെപ്റ്റ് വെച്ചിട്ടാണ്. ഡെഫിനറ്റ്ലി നമുക്കറിയാവുന്നൊരു കാര്യം എന്താ, ഓതൻറ്റിക്കേഷൻ ഹെഡർ ഇസ് എ പ്രോട്ടോകോൾ വിച്ച് ഇസ് യൂസ്ഡ് ഇൻ IPsec so as to ensure the authenticity of the people whoever is involved. അപ്പം ഓതൻറ്റിക്കേഷൻ ഇൻവോൾവ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഓതൻറ്റിക്കേഷൻ എന്ന് പറയുന്ന ടാസ്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഇവിടെ ഡെഫിനറ്റ് ആയിട്ട് ഒരു പർട്ടിക്കുലർ മെത്തേഡ് നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റണം, വേണ്ടേ? മാക്ക് എന്ന് പറയുന്ന ഓതൻറ്റിക്കേഷൻ മെക്കാനിസം വെച്ചിട്ടാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓതൻറ്റിസിറ്റി എൻഷുർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം മാക്കിൻ്റെ കൺസെപ്റ്റ് വെച്ചിട്ടാണെങ്കിൽ നമുക്കറിയാം മാക്കിൻ്റെ കൺസെപ്റ്റ് മാക്ക് ഫംഗ്ഷൻ ഇസ് അപ്ലൈഡ് നോട്ട് ഓൺലി ടു ദ മെസ്സേജ് ബട്ട് ഓൾസോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ കീ അല്ലേ? മാക്ക് എങ്ങനെയായിരുന്നു മാക്ക് കോഡ് നമ്മൾ എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നത്? മാക്ക് ഫംഗ്ഷൻ C(k,m) ഓർമ്മയുണ്ടല്ലോ അല്ലേ? C എന്ന് പറയുന്നത് മാക്ക് ഫംഗ്ഷനാണ്, K എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ കീ ഉണ്ടാവും, M എന്ന് പറയുന്നത് നമ്മുടെ ഇനിഷ്യൽ പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജ്. ഓക്കെ, വാട്ട് ഇസ് ക്രിയേറ്റഡ് ബൈ ദ സെൻഡർ. അപ്പം കീയും കൂടെ എന്തായിരിക്കും? സെൻഡറും റിസീവറും മനസ്സിലാക്കി വെച്ചേക്കണം, എന്നാൽ മാത്രമേ ഓതൻറ്റിസിറ്റി നമുക്ക് ക്ലിയർ ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ഓതൻറ്റിക്കേഷൻ ഹെഡർ എന്ന് പറയുന്ന പ്രോട്ടോകോൾ ഇറ്റ് ഈസ് യൂസ് ഫോർ എൻഷുറിങ് ദ ഓതൻറ്റിസിറ്റി ഓഫ് ദ പീപ്പിൾ ആസ് വെൽ ആസ് ഇൻ ഓർഡർ ടു എൻഷുർ ദ ഡേറ്റ ഇൻറ്റിഗ്രിറ്റി, ദാറ്റ് മീൻസ് ദ പ്യൂരിറ്റി ഓഫ് ദ മെസ്സേജ് വാട്ട് എവർ ഇസ് ക്രിയേറ്റഡ് ബൈ ദ സെൻഡർ. ഓക്കെ, അതെല്ലാം നമുക്ക് എൻഷുർ ചെയ്യണം. ഇത് ആർക്കൊക്കെ എൻഷുർ ചെയ്യാൻ പറ്റും? യൂസേഴ്സ് ആയാലും സിസ്റ്റംസ് ആയാലും ഡെഫിനറ്റ്ലി ഇത് വളരെയധികം പെട്ടെന്ന് തന്നെ ഓതൻറ്റിസിറ്റി എൻഷുർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത്രയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അഡ്രസ് സ്പൂഫിംഗ് പോലുള്ള അറ്റാക്സ് നമുക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഓതൻറ്റിക്കേഷൻ്റെ കാര്യമായതുകൊണ്ട് ഏത് സ്പെസിഫിക് മെത്തേഡ് വെച്ചിട്ടാണ് ഓതൻറ്റിക്കേഷൻ എൻഷുർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാക്ക് എന്ന് പറയുന്ന മെത്തേഡ് വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. മാക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏത് കീ എന്ത് ഷെയർ ചെയ്യേണ്ടി വരും? ഒരു സീക്രട്ട് കീ ഡെഫിനറ്റ്ലി സെൻഡറും റിസീവറും തമ്മിൽ ഷെയർ ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ഓതൻറ്റിക്കേഷൻ ഹെഡർ പ്രോട്ടോക്കോളിൻ്റെ ഫോർമാറ്റാണിത്. ഓക്കെ, ഓതൻറ്റിക്കേഷൻ ഹെഡർ പ്രോട്ടോക്കോളിൻ്റെ ഫോർമാറ്റാണിത്. ഓക്കെ, അപ്പം ശ്രദ്ധിക്കുക, ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒന്നെങ്കിൽ AES പ്രോട്ടോക്കോളിൻ്റെ ഫോർമാറ്റ് അല്ലെങ്കിൽ ESP പ്രോട്ടോക്കോളിൻ്റെ ഫോർമാറ്റ് ചോദിക്കും. ഈ ഒരു ഫിഗർ ഇതുപോലെ വരച്ചിട്ട് നമുക്ക് ഈച്ച് ആൻഡ് എവറി ഫീൽഡ് 1 by 1 എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, നെക്സ്റ്റ് ഹെഡർ. ഓക്കെ, നെക്സ്റ്റ് ഹെഡർ ഉണ്ട്, പേലോഡ് ലെങ്ത് ഉണ്ട്, റിസർവ്ഡ് ഉണ്ട്. ഇതാണ് ഫസ്റ്റ് ഫീൽഡിൽ കിടക്കുന്നത് അല്ല. അപ്പോൾ നെക്സ്റ്റ് ഹെഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഈച്ച് ആൻഡ് എവറി പാക്കേജ് 1 by 1 സെൻഡ് ചെയ്യുമ്പോൾ അടുത്ത പാക്കേജിൻ്റെ റിലേറ്റഡ് ഇൻഫർമേഷൻ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഈ ഒരു പാക്കേജിൻ്റെ ഒരു ഫീൽഡായിട്ട് ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സീക്വൻഷ്യൽ ഓർഡറിലും ഒരു പ്രോബ്ലം വരാതെ അടുത്ത പാക്കറ്റ് തന്നെ കറക്റ്റായിട്ട് ആ ഓർഡറിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ഫോർവേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ആ ഒരു പെർട്ടിക്കുലർ പാക്കറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഹെഡേഴ്സാണ് നമ്മൾ ഈ ഒരു ഫീൽഡിനകത്ത് ഡിഫൈൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ഹെഡർ ദാറ്റ് മീൻസ് അടുത്ത പാക്കറ്റിന് വേണ്ടിയുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഈ ഒരു നെക്സ്റ്റ് ഹെഡർ ഫീൽഡിനകത്ത് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇനി പേലോഡ് ലെങ്ത്. വാട്ട് ഡു യു മീൻ ബൈ പേലോഡ്? ഒറിജിനൽ മെസ്സേജിനെ വിളിക്കുന്ന പേരാണ് പേലോഡ്. ദാറ്റ് മീൻസ് നമുക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്മുടെ ഈ ഡേറ്റ പാക്കറ്റ്
ഈ ഇനിഷ്യൽ ദാറ്റ് മീൻസ് ഒറിജിനൽ മെസ്സേജ് മാത്രമായിരിക്കത്തില്ല ഡേറ്റ പാക്കറ്റിൻ്റെ രൂപത്തിൽ സെൻഡർ സൈഡിൽ നിന്നും റിസീവർ സൈഡിലോട്ട് പോകുന്നത്. അതിൻ്റെ കൂടെ വേറെയും ഫീൽഡുകൾ നമ്മൾ അറ്റാച്ച് ചെയ്യും അല്ലേ. അപ്പോൾ അതായത് ഇപ്പം ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് എന്താ, അല്ലെങ്കിൽ ഈ പാക്കറ്റിൻ്റെ ലെങ്ത് എത്രയാണ്, അല്ലെങ്കിൽ ഈ പാക്കറ്റ് എവിടെ നിന്ന് വരുന്നു, സോഴ്സ് IP അഡ്രസ്സ് എന്താ. അപ്പോൾ ഈ പാക്കറ്റിന് റിലേറ്റ് ചെയ്ത പല കാര്യങ്ങളും ഇതിൻ്റെ കൂടെ ഒറിജിനൽ പാക്കറ്റിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടാണ് സെൻഡർ സൈഡിൽ നിന്നും റിസീവർ സൈഡിലോട്ട് പോകുന്നത്. അപ്പോൾ ശരിക്കും ഈ ഒറിജിനൽ പാക്കറ്റ് മാത്രമായിട്ട് എടുക്കുകയാണെങ്കിൽ ആ പാക്കറ്റിന് വിളിക്കുന്ന പേരാണെന്ത്, പേലോഡ്. അപ്പോൾ ശരിക്കും മനസ്സിലാക്കുക, നമ്മൾ സെൻഡർ സൈഡിൽ നിന്നും റിസീവർ സൈഡിലോട്ട് പാക്കറ്റ്സിൻ്റെ രൂപത്തിൽ ഡേറ്റ സെൻഡ് ചെയ്യുമ്പോൾ ഒൺലി പാക്കറ്റ്സ്, ഒൺലി ഡേറ്റ മാത്രമല്ല സെൻഡ് ചെയ്യുന്നത്, അതിൻ്റെ കൂടെ വേറെ 2-3 ഫീൽഡുകൾ കൂടെ അറ്റാച്ച് ചെയ്താണ് അയക്കുന്നത്. ഓക്കെ, ആ ഫീൽഡുകൾ എന്തിന് അത്യാവശ്യമാണ്, കറക്റ്റായിട്ട് ഈ പറയുന്ന പാക്കറ്റ്സിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ എത്തിക്കേണ്ട ആളെ കറക്റ്റായിട്ട് എത്തിക്കാനും ഈ പറയുന്ന ഒരു രീതിയിലുള്ള ഡേറ്റ ലോസും വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പറയുന്ന ഫീൽഡുകളെല്ലാം പാക്കറ്റ്സിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് അയക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പാക്കറ്റിൻ്റെ പാക്കറ്റിനെ മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഒറിജിനൽ ഡേറ്റ പാക്കറ്റ് മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ വിത്തൗട്ട് കൺസിഡറിങ് ദ റെസ്റ്റ് ഓഫ് ദ അഡീഷണൽ ഫീൽഡ്, അങ്ങനെയെങ്കിൽ ആ പാക്കറ്റിനെ വിളിക്കുന്ന പേരാണെന്ത്, പേലോഡ്. അപ്പോൾ ശരിക്കുമുള്ള നിങ്ങളുടെ പാക്കറ്റ്, ശരിക്കുമുള്ള നിങ്ങളുടെ മെസ്സേജിൻ്റെ ലെങ്ത് എന്താണ്, അതാണ് പേലോഡ് ലെങ്ത്. റിസർവ്ഡ് എന്ന് പറയുന്നത് ഇപ്പം കറൻ്റ്ലി ഇതിനെ ഒരു രീതിയിലും യൂസ് ചെയ്തിട്ടില്ല, ഫ്യൂച്ചർ പേർപ്പസിന് വേണ്ടി റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫീൽഡാണ് റിസർവ്ഡ് എന്ന് പറയുന്ന ഫീൽഡ്. അടുത്ത് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ് സെക്യൂരിറ്റി പാരാമീറ്റർ ഇൻഡെക്സ്, SPI. തീർച്ചയായിട്ടും നമുക്കറിയാവുന്ന കാര്യമാണ് സെക്യൂരിറ്റി പാരാമീറ്റർ ഇൻഡെക്സ് എന്താണെന്നുള്ളത് അല്ലേ. സെക്യൂരിറ്റി പാരാമീറ്റർ ഇൻഡെക്സിൻ്റെ സഹായത്തോടു കൂടിയാണ് ഒരു സെക്യൂരിറ്റി അസോസിയേഷൻ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ സെൻഡർ സൈഡിൽ നിന്നും റിസീവർ സൈഡിലോട്ട് മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഡെഫിനറ്റ്ലി നമുക്കൊരു സെക്യൂരിറ്റി അസോസിയേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം. എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ ഈ സെൻഡറും റിസീവറും തമ്മിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന സെക്യൂരിറ്റി അസോസിയേഷനെ ഡിഫൈൻ ചെയ്യാൻ ഒരു യുണീക്ക് ഐഡൻറ്റിഫയർ വാല്യൂ ഉണ്ടാവും, ഒരു 32-bit വാല്യൂ. ഇതിനെ വിളിക്കുന്ന പേരാണ് സെക്യൂരിറ്റി പാരാമീറ്റർ ഇൻഡെക്സ്. അപ്പം തീർച്ചയായിട്ടും ഈ പറയുന്ന ആൾക്കാർ തമ്മിലുള്ള SPI വാല്യൂ ആയിരിക്കില്ല ഈ സെയിം സെൻഡറും വേറൊരു റിസീവറും, അല്ലെങ്കിൽ ഈ വേറൊരു സെൻഡറും ഈ സെയിം റിസീവറും തമ്മിൽ ഷെയർ ചെയ്യുന്നത്. അപ്പം ഇവരെ തമ്മിൽ ജെനുവിനായിട്ട്, അല്ലെങ്കിൽ ഇവരെ തമ്മിൽ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ SPI എന്ന് പറയുന്ന 32-bit വാല്യൂ യൂസ് ചെയ്യുന്നത്. അപ്പം ഇവർ തമ്മിലാണെന്ന് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആര് തമ്മിലാണ് സെക്യൂരിറ്റി അസോസിയേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ഈ പാക്കറ്റ് ട്രാൻസ്മിഷൻ നടക്കുന്നതെന്നുള്ളത് വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി സീക്വൻസ് നമ്പർ അറിയാലോ, ഈ പറഞ്ഞിരിക്കുന്ന പാക്കറ്റിൻ്റെ സീക്വൻസ് നമ്പർ, ദാറ്റ് മീൻസ് എത്രാമത്തെ പാക്കറ്റാണ് അത് അയക്കുന്നത്. അപ്പോൾ ഈ സീക്വൻസ് നമ്പർ വെച്ച് നമ്മൾ അയക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് കറക്റ്റ് ഓർഡർ ഓഫ് മെസ്സേജസ് തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യാനും ഒരു രീതിയിലും റീപ്ലൈ മെസ്സേജ് വരാതിരിക്കാനും റീപ്ലൈ അറ്റാക്സ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനും എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉറപ്പിക്കാൻ പറ്റും. ഓക്കെ, ഇനി ശരിക്കുമുള്ള ഡേറ്റ, ഓക്കെ, ഓതൻറ്റിക്കേഷൻ ഡേറ്റ എന്താണോ ദാറ്റ് വിൽ ബി ഓഫ് വേരിയബിൾ ലെങ്ത് അല്ലേ. എന്ത് ഡേറ്റ വേണമെങ്കിലും തരാം, ആ ഡേറ്റ ആയിരിക്കും നമ്മൾ ഈ ലാസ്റ്റ് ഫീൽഡിൽ കൊടുക്കുന്നത്. സോ ദീസ് ആർ ദ വേരിയസ് ഫീൽഡ്സ് ദാറ്റ് ഇസ് കമ്മിങ് അണ്ടർ ഓതൻറ്റിക്കേഷൻ ഹെഡർ ഫോർമാറ്റ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഏജിനകത്ത് ട്രാൻസ്പോർട്ട് മോഡുണ്ട്, ടണൽ മോഡുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും സെയിം കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത സെയിം പോയിന്റ്സ് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് സമയം കളയുന്നില്ല, ജസ്റ്റ് മനസ്സിലാക്കുക. ഓക്കെ, അതായത് ഏജ് ട്രാൻസ്പോർട്ട് മോഡിൽ വർക്ക് ചെയ്താലും ടണൽ മോഡിൽ വർക്ക് ചെയ്താലും എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം അതാ നോക്കിയേ. അപ്പം AH എന്ന് പറയുന്ന പ്രോട്ടോക്കോൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന TCP പോലത്തുള്ള പ്രോട്ടോക്കോൾസ് ആണ്. ഓക്കെ, അപ്പം IPv4 IPv6 ഏതെങ്കിലും ഒരു വേർഷൻ ഓഫ് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾസിൻ്റെ സഹായത്തോടു കൂടി നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ട്രാൻസ്പോർട്ട് മോഡായാലും ടണൽ മോഡാണെങ്കിലും നമ്മൾ എങ്ങനെയാണ് ഇതിനെ സെൻഡ് ചെയ്യുന്നതെന്നുള്ളതാണ് ഈ ഒരു പെർട്ടിക്കുലർ ഫോർമാറ്റ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ESP എന്ന് പറയുന്ന പ്രോട്ടോക്കോളാണ്, എൻക്യാപ്സുലേറ്റിംഗ് സെക്യൂരിറ്റി പ്രോട്ടോക്കോൾ. ശ്രദ്ധിക്കുക, കണ്ടോ, ട്രാൻസ്പോർട്ട് മോഡിലും ടണൽ മോഡിലും കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഫിഗേഴ്സിൻ്റെ രൂപത്തിൽ കൊടുത്തിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ട് മോഡാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ഡേറ്റ പാക്കറ്റ് മാത്രം എൻക്രിപ്ഷൻ ചെയ്ത് അയക്കുന്ന കാര്യങ്ങളാണ് വരുന്നത്. അതേസമയം ടണൽ മോഡാണെങ്കിൽ അങ്ങനെയല്ല. ഓക്കെ, അടുത്ത പാക്കറ്റ് എന്താണ് അതിൻ്റെയും കൂടി ഇൻഫർമേഷൻ വെച്ചിട്ടായിരിക്കും എക്സ്റ്റൻഷൻ ഹെഡർ എന്നൊക്കെ കൊടുത്തിരിക്കുന്നതുണ്ടോ, അതിൻ്റെയും കൂടി ഇൻഫർമേഷൻ വെച്ചിട്ട് അതും കൂടി എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ അയക്കുന്നത്. ദാറ്റ് മീൻസ് എൻ്റർ IP പാക്കറ്റ് ടുഗദർ വിത്ത് നെക്സ്റ്റ് ഹെഡേഴ്സ് ഓഫ് നെക്സ്റ്റ് IP പാക്കറ്റ് എല്ലാം കൂടി എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് നമ്മളൊരു ടണലിൻ്റെ രൂപത്തിൽ എന്ത് ചെയ്യുന്നത്, എൻക്രിപ്ഷൻ പ്രോസസ്സ് ചെയ്ത് വിടുന്നത്. അതാണ് ഈ ഫിഗേഴ്സ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്രോട്ടോക്കോളിലോട്ട് പോകാം. AH ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് ESP പ്രോട്ടോക്കോളാണ്, എൻക്യാപ്സുലേറ്റിംഗ് സെക്യൂരിറ്റി പ്രോട്ടോക്കോൾ. അറിയാവുന്ന കാര്യമാണ്, നമുക്ക് എൻക്രിപ്ഷൻ കൂടെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇവിടെ മച്ച് എംഫസൈസ് ഇസ് ഗിവൺ ടു
പെർഫോമിങ് എൻക്രിപ്ഷൻ റാദർ ദാൻ ഡൂയിങ് ഓതൻറ്റിക്കേഷൻ. അപ്പം എൻക്രിപ്ഷൻ ചെയ്തിട്ട് വേണമെങ്കിൽ ഓതൻറ്റിക്കേഷൻ ചെയ്യാം എന്നേ പറയുന്നുള്ളൂ. ഓക്കെ, കണ്ടോ, കോൺഫിഡൻഷ്യാലിറ്റിയും ഓതൻറ്റിക്കേഷനും എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ലിമിറ്റഡ് ട്രാഫിക് ഫ്ലോ അതിന് വേണ്ടിയുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഓതൻറ്റിക്കേഷൻ ഓപ്ഷണലി ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി ഇറ്റ് സപ്പോർട്ട്സ് എ വൈഡ് റേഞ്ച് ഓഫ് സിഫേഴ്സ്. എന്തുകൊണ്ടാണ് സിഫേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നത്? നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മൾ ആദ്യത്തെ 2 മോഡ്യൂൾ പഠിച്ചപ്പോൾ സിഫർ ഇസ് ആക്ച്വലി ഇൻ അൽഗോരിതം ഓർ എ സെക്യൂരിറ്റി മെക്കാനിസം വിച്ച് ഇസ് യൂസ്ഡ് ഇൻ ഓർഡർ ടു എൻഷുർ ദ കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് ദ ഡേറ്റ. അതായത് എൻക്രിപ്ഷൻ ചെയ്യാൻ ആവശ്യമായ അൽഗോരിതംസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സിഫേഴ്സ്. അപ്പം ഈ പറയുന്ന എൻക്രിപ്ഷൻ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും വി ഹാവ് ടു അഡോപ്റ്റ് സെവറൽ ടൈപ്സ് ഓഫ് സിഫേഴ്സ് അല്ലേ? ഏതൊക്കെ സിഫേഴ്സിനെ ഇവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? DSM, ട്രിപ്പിൾ DSM, ഓക്കെ, RC5, ഐഡിയ, ക്യാസ്റ്റ്, അങ്ങനെ പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിഫേഴ്സിനെ ഇവർ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഈ പറയുന്ന എൻക്രിപ്ഷൻ പ്രോസസ്സ് അണ്ടർഗോ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത്? കോൺഫിഡൻഷ്യാലിറ്റി എൻഷുർ ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ESPക്കും എന്തുണ്ട്? ഒരു പെർട്ടിക്കുലർ ഫോർമാറ്റ് ഉണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് ഹാവിങ് മച്ച് മോർ നമ്പർ ഓഫ് ഫീൽഡ്സ് ദാൻ ദാറ്റ് ഓഫ് ഓതൻറ്റിക്കേഷൻ ഹെഡർ ഫോർമാറ്റ്. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെയുണ്ട് ഇതിനകത്തും. ഫസ്റ്റ് ഫീൽഡ് എന്താ കൊടുത്തിരിക്കുന്നത്? സെക്യൂരിറ്റി പാരാമീറ്റർ ഇൻഡെക്സ്. ഡെഫിനറ്റ്ലി നോ വാട്ട് ഇസ് SPI. ഇറ്റ് ഈസ് യൂസ് ഇൻ ഓർഡർ ടു ഡിസ്റ്റിങ്ക്വിഷ് വൺ സെക്യൂരിറ്റി അസോസിയേഷൻ ഫ്രം അതർ അല്ലേ? ഈ സീക്വൻസ് നമ്പർ വെച്ചിട്ടാണ് തീർച്ചയായിട്ടും ഓരോ പാക്കറ്റിനെയും നമ്മൾ 1 by 1 ഐഡൻറ്റിഫൈ ചെയ്യുന്നതും ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യുന്നതും അതുപോലെ കറക്റ്റ് സീക്വൻസിൽ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാനും എല്ലാം നമ്മളെ സഹായിക്കുന്നത്. അടുത്ത വരുന്നൊരു ഫീൽഡ് പുതിയൊരു ഫീൽഡാണ്. ഇറ്റ് ഈസ് ഓപ്ഷണൽ. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് നോട്ട് എ മാൻഡേറ്ററി ഫീൽഡ്. ഓപ്ഷണലായിട്ട് വേണമെങ്കിൽ മാത്രം യൂസ് ചെയ്യാവുന്ന ഒരു ഫീൽഡാണിത്. അതെന്താണത്? ഇനിഷ്യലൈസേഷൻ വാല്യൂ. ഓക്കെ, ഇനിഷ്യലൈസേഷൻ വാല്യൂ. ദാറ്റ് മീൻസ് എന്തുകൊണ്ട് ഇത് വരുന്നു? നമുക്ക് എൻക്രിപ്ഷനും ചെയ്യണം, ഓതൻറ്റിക്കേഷനും ചെയ്യണം. അപ്പോൾ ഈ എൻക്രിപ്ഷൻ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ടണൽ മോഡിലൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഓരോ പാക്കറ്റിനെയും 1 by 1 കണക്ട് ചെയ്യേണ്ടി വരും. നമ്മൾ എൻറ്റയർ പാക്കറ്റിനെ ഒരുമിച്ചാണ് നമ്മൾ എൻക്രിപ്ഷൻ പ്രോസസ്സ് ചെയ്യുന്നതെന്ന് വരുന്നു. അപ്പം തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഇവരുടെ കണക്ഷൻ പ്രോസസ്സിന് ഒരു ഇനിഷ്യലൈസേഷൻ വാല്യൂ അസൈൻ ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? 1 by 1 ഇവരെ കണക്ട് ചെയ്ത് പോകുന്നത്. അപ്പം ഫസ്റ്റ് പാക്കറ്റ് ആണെങ്കിൽ അതിൻ്റേതായ ഒരു വാല്യൂ നമ്മൾ അസൈൻ ചെയ്തിട്ടായിരിക്കും അതിനെ എൻക്രിപ്റ്റ് ചെയ്യുന്നത്. പിന്നെ സെക്കൻഡ് പാക്കറ്റ്, തേർഡ് പാക്കറ്റ്സിനൊക്കെ ഡെഫിനറ്റ്ലി പ്രീവിയസ് പാക്കറ്റ്സിൻ്റെ ഇൻഫർമേഷൻ വെച്ച് കണക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അടുത്ത വരുന്ന ഫീൽഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പേലോഡ് ഡേറ്റ. ശരിക്കുള്ള പേലോഡ് ഡേറ്റയുടെ അത് വേരിയബിൾ സൈസ് ആയതുകൊണ്ട് തന്നെ വേരിയബിൾ എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത വരുന്ന ഫീൽഡ് എന്താണ്? TFC പാഡിങ് വിച്ച് ഇസ് ഓപ്ഷണൽ. ഓക്കെ, ഇത് TFC എന്ന് പറയുന്നത് പൊതുവെ നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഫ്ലോ, ഓക്കെ, എത്രത്തോളം ഫ്ലോ വരണം എന്നുള്ളതിൻ്റെ പാഡിങ് നിങ്ങൾക്ക് അറിയാമല്ലോ. ചിലപ്പോൾ ചില ഇൻസ്റ്റൻസിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ചില നമ്പർ ഓഫ് ബിറ്റ്സ് നമുക്ക് ആഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, ചില ഇൻസ്റ്റൻറ്റിൽ ചില നമ്പർ ഓഫ് ബിറ്റ്സ് ആഡ് ചെയ്താൽ മാത്രമേ കറക്റ്റ് നമുക്ക് ഒരു പെർട്ടിക്കുലർ ഫ്രെയിമിൽ ഒതുക്കി നമുക്ക് മെസ്സേജ് സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം അത് എത്ര ബിറ്റ്സ് വെച്ച് നമുക്ക് പാഡ് ചെയ്യേണ്ടി വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 to 255 ബൈറ്റ്സ് വരെ നമ്മൾ ആഡ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ ഒരു പെർട്ടിക്കുലർ സൈസ് ആയിട്ടുള്ള പാക്കറ്റ്സ് ആക്കി അല്ലെങ്കിൽ ഫ്രെയിംസ് ആക്കി നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എത്രത്തോളം പാഡിങ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ആ പാഡിങ് ലെങ്ത്തും കൊടുക്കണം, ആ പാഡ് ചെയ്യുന്ന ബൈറ്റിൻ്റെ ഡീറ്റെയിൽസും കൊടുക്കണം. അതെല്ലാം നമുക്ക് ഈ താഴെ കൊടുത്തിരിക്കുന്ന 3 ഫീൽഡുകളിലായിട്ടായിരിക്കും ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇൻറ്റഗ്രിറ്റി ചെക്ക് വാല്യൂ ICV എന്ന് പറയുന്നതും എന്തിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്? ഈ പറയുന്ന it is a variable length field that contains a integrity check value which is computed over the ESP packet. Integrity check value, that means purity check ചെയ്യാൻ വേണ്ടിയുള്ളൊരു വാല്യൂ ആണ്. ഓക്കെ, എത്രത്തോളം പ്യൂരിറ്റിയോട് കൂടിയാണ് നിങ്ങളുടെ മെസ്സേജ് സെൻഡ് ചെയ്യുന്നതെന്നുള്ളത് ചെക്ക് ചെയ്യാനും അതുവഴി പ്യൂരിറ്റി ഉണ്ടെന്നുള്ളത് എൻഷുർ ചെയ്യാൻ വേണ്ടിയും യൂസ് ചെയ്യുന്ന ഒരു കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു വാല്യൂ ആണ് എന്ത്? ICV വാല്യൂ. ഓക്കെ, അപ്പം ഇത്രയുമാണ് നമുക്ക് എന്തിന് ഉള്ളത്? നമ്മുടെ ഈ പറയുന്ന ഫീൽഡുകളിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ശ്രദ്ധിക്കുക, ESPയുടെയും അതുപോലെ തന്നെ ഓതൻറ്റിക്കേഷൻ ഹെഡേഴ്സിൻ്റെയും പ്രോട്ടോക്കോൾസ് രണ്ടിൻ്റെയും ഫോർമാറ്റുകൾ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ടോപ്പിക്ക് ഓൾ ദീസ് തിങ്സ്. ഇതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് പറഞ്ഞിരിക്കുന്ന സെയിം കാര്യങ്ങൾ തന്നെ പറഞ്ഞിരിക്കുവാണ്. ICVയുടെ കാര്യവും എന്താണ് ഇനിഷ്യലൈസേഷൻ വെക്റ്റർ, പാഡ് ചെയ്യേണ്ട ആവശ്യം എന്താണ്, പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ESPയുടെയും ട്രാൻസ്പോർട്ട് മോഡും ടണൽ മോഡുമാണ് പറഞ്ഞിരിക്കുന്നത്. ദ ഓൺലി ഡിഫറൻസ് ഇസ് ദാറ്റ് ഇവിടെ നമ്മൾ എൻക്രിപ്ഷനും ഓതൻറ്റിക്കേഷനും ഒരുപോലെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ട്രാൻസ്പോർട്ട് മോഡ് ESP ആണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്. ജനറലി ട്രാൻസ്പോർട്ട് മോഡ് പഠിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ട്രാൻസ്പോർട്ട് മോഡ് എപ്പോഴും ആർക്കാണ് നല്ലത്? ESPക്കാർക്ക് തന്നെയാണ് നല്ലത്. എന്തുകൊണ്ട്? ഇവിടെ നമ്മൾ
എൻക്രിപ്ഷൻ ചെയ്യുന്നു, വേണമെങ്കിൽ ഓതൻറ്റിക്കേഷൻ ചെയ്യാം എന്നാണ് ട്രാൻസ്പോർട്ട് മോഡ് പറഞ്ഞിരിക്കുന്നത്. അപ്പം പൊതുവേ ESP അത് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ശരിക്കും നമ്മൾ എന്താ ചെയ്യുന്നത്, IPv4 ആയാലും IPv6 ആയാലും ഈ ESP ഹെഡേഴ്സ് ഓക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ട്രാൻസ്പോർട്ട് മോഡിലോ ടണൽ മോഡിലോ വർക്ക് ചെയ്യാം. ട്രാൻസ്പോർട്ട് മോഡ് ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും, എൻ്റയർ പാക്കറ്റ്സിനായിരിക്കത്തില്ല എൻക്രിപ്ഷൻ ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി ഈച്ച് ആൻഡ് എവറി 1 പാക്കറ്റ് ആയിരിക്കും എൻക്രിപ്ഷൻ പ്രോസസ്സ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ ട്രാഫിക് ഫ്ലോയിൻ്റെ കാര്യത്തിലെല്ലാം അവർ വളരെയധികം ട്രാഫിക് അനാലിസിസ് ചെയ്യാനായാലും ട്രാഫിക് ഫ്ലോ കൺട്രോൾ ചെയ്യാനായും എല്ലാം ഇവർ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അതേസമയം ടണൽ മോഡാണെങ്കിൽ അങ്ങനെയല്ല, നമ്മൾ എൻ്റയർ പാക്കറ്റ്സിന് ഓക്കെ വാട്ട് എവർ ദ കണക്ഷൻ ടു ദ നെക്സ്റ്റ് പാക്കറ്റ് അതും കൂടെ കണ്ടെത്തി അതിനെ കൂടെ എൻക്രിപ്റ്റ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അയക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പൈനിങ് സെക്യൂരിറ്റി അസോസിയേഷൻസ്. എന്തുകൊണ്ട് കമ്പൈൻ ചെയ്യേണ്ടി വരുന്നുണ്ട്, നമുക്ക് എന്താണ് സെക്യൂരിറ്റി അസോസിയേഷൻ എന്ന് ഓൾറെഡി അറിയാമല്ലോ. വാട്ട് ഈസ് ആക്ച്വലി സെക്യൂരിറ്റി അസോസിയേഷൻ? ഇഫ് യു വോണ്ട് ടു എൻഷുർ സെക്യൂരിറ്റി ബിഫോർ യു ഗോ ഫോർ ട്രാൻസ്മിഷൻ ഫ്രം ദ സെൻഡർ സൈഡ് ടു ദ റിസീവർ സൈഡ്, ഡെഫിനറ്റ്ലി ദ സെൻഡർ ആൻഡ് ദ റിസീവർ ഹാസ് ടു എസ്റ്റാബ്ലിഷ് എ സെക്യൂരിറ്റി അസോസിയേഷൻ. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെയെങ്കിൽ എന്തിന് കമ്പൈൻ ചെയ്യേണ്ടി വരുന്നു? ഓക്കെ, എന്തുകൊണ്ട് നമ്മൾ കമ്പൈൻ ചെയ്യേണ്ടി വരുന്നു? ഒരുപാട് റീസൺസ് ഉണ്ട് നമുക്ക് അതിന് വേണ്ടി. ഓക്കെ, ദർ ആർ ഡിഫറെൻറ്റ് റീസൺസ്. കാരണം എന്താണ്, തീർച്ചയായിട്ടും എന്ത് വരുന്നുണ്ട്, ഇപ്പം ഞാനെന്ന് പറയുന്ന ഒരാൾ നിങ്ങളുമായിട്ടൊരു സെക്യൂരിറ്റി അസോസിയേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു ബിഫോർ ഐ ട്രാൻസ്മിറ്റ് കോൺഫിഡൻഷ്യൽ ഡേറ്റ ടുവേർഡ്സ് യുവർ എൻഡ് അല്ലേ. നിങ്ങൾക്ക് ഒരു സെക്യൂർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡേറ്റ അയക്കുന്നതിന് മുന്നേ നിങ്ങളുമായിട്ടൊരു സെക്യൂരിറ്റി അസോസിയേഷൻ ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ സംഭവിക്കുന്ന എന്താണ്, ഈ പറയുന്ന ഞാൻ വേറെയും ഒരു എൻഡ് യൂസറുമായിട്ട് അല്ലെങ്കിൽ വേറെയും ഒരു റിസീവറുമായിട്ടും സെക്യൂരിറ്റി അസോസിയേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും കുറേ ബണ്ടിൽസ് ഓഫ് സെക്യൂരിറ്റി അസോസിയേഷൻസ് ആയിരിക്കും ഒരു നെറ്റ്വർക്കിനകത്ത് അറ്റ് എ ടൈം വരുന്നത്. ഓക്കെ, നിങ്ങൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ വേണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ട്രാൻസ്മിഷൻ സെക്യൂർഡ് മെസ്സേജസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന അതേ സമയത്ത് വേണമെങ്കിൽ എനിക്ക് പാരലലി വേറെയും ഒരു റിസീവറിനോട്ട് സെക്യൂരിറ്റി അസോസിയേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് അവരുമായിട്ടും സെക്യൂരിറ്റി മെസ്സേജസ് അല്ലെങ്കിൽ കോൺഫിഡൻഷ്യൽ മെസ്സേജസ് അയക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇതൊക്കെ ഏത് സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്നു ഏത് സമയത്ത് എൻഡ് ചെയ്യുന്നു ദാറ്റ് ഇസ് ഇൻഡിപെൻഡൻറ്റ്, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മെസ്സേജ് ലെങ്ത് ഓർ വാട്ട് എവർ ഇസ് ദ നമ്പർ ഓഫ് അക്കൗണ്ട് ഓഫ് മെസ്സേജസ് ദാറ്റ് യു ഹാവ് ടു ട്രാൻസ്മിറ്റ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ സെക്യൂരിറ്റി അസോസിയേഷൻ ബണ്ടിൽസ് വരുന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നതിനെ കമ്പൈൻ ചെയ്യേണ്ടി വരുന്നത്. എങ്ങനെ കമ്പൈൻ ചെയ്യുന്നത് വെച്ചാൽ ദർ ആർ 2 മെത്തേഡ്സ്, ട്രാൻസ്പോർട്ട് അഡ്ജസൻസിയും അതുപോലെ തന്നെ ഐട്രേറ്റഡ് ടണലിങ്ങും. ഓക്കെ, അപ്പോൾ ട്രാൻസ്പോർട്ട് അഡ്ജസൻസിയും ഉണ്ട്, അതുപോലെ ടണലിങ്ങും ഉണ്ട്. ഓക്കെ, ഐട്രേറ്റഡ് ടണലിങ്ങും ഉണ്ട്. ഓക്കെ, അപ്പം എന്തായാലും ഈ സെക്യൂരിറ്റി അസോസിയേഷൻസ് കമ്പൈൻ ചെയ്യുമ്പം എന്തൊക്കെ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഈ പറയുന്ന എല്ലാ ഓപ്ഷൻസും നിങ്ങൾ നോക്കുന്നുണ്ട്. എന്തൊക്കെ ഓപ്ഷൻസ് നോക്കുന്നത്, ഓതൻറ്റിക്കേഷൻ്റെ കാര്യവും എൻക്രിപ്ഷൻ്റെ കാര്യവും എല്ലാം നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ശരിക്കും നമുക്ക് 4 മെത്തേഡ്സ് ഉണ്ട് ഹൗ യു ക്യാൻ കമ്പൈൻ സെക്യൂരിറ്റി അസോസിയേഷൻ. ദർ ആർ 4 ways in which you can combine security associations. അപ്പോൾ നമുക്ക് 1 by 1 നോക്കിയാലോ എന്തൊക്കെ മെത്തേഡ്സാണ് ഉള്ളതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാ നോക്കിയേ, ഹോസ്റ്റ് നമുക്കിവിടെ ഹോസ്റ്റ് ലെഫ്റ്റ് സൈഡിൽ ഒരു ഹോസ്റ്റ് ഉണ്ട്, റൈറ്റ് സൈഡിൽ ഹോസ്റ്റ് ഉണ്ട്. ദാറ്റ് മീൻസ് ലെഫ്റ്റ് സൈഡിൽ ഹോസ്റ്റ് ആയിരിക്കാം സെൻറ്റർ, റൈറ്റ് സൈഡിൽ ഹോസ്റ്റ് ആയിരിക്കാം റിസീവർ. ഓക്കെ, അപ്പം റൗട്ടേഴ്സിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾ നെറ്റ്വർക്കുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പം ഈ പറയുന്ന ലെഫ്റ്റ് സൈഡിലെ ഹോസ്റ്റ് ആയിരിക്കാം മെസ്സേജ് സെൻഡ് ചെയ്ത് റൈറ്റ് സൈഡിലെ ഹോസ്റ്റിലോട്ട് നെറ്റ്വർക്ക് വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ സെക്യൂരിറ്റി അസോസിയേഷൻ ഡയറക്റ്റ്ലി നിങ്ങളുടെ തമ്മിലത്തെ സിസ്റ്റംസുമായിട്ട് എന്ത് ചെയ്യുന്നു, കമ്പൈൻ ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടെ സെക്യൂരിറ്റി അസോസിയേഷൻ ഇസ് ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ എൻഡ് യൂസർ സിസ്റ്റം ഇറ്റ്സെൽഫ്. സെൻഡേഴ്സിൻ്റെയും റിസീവേഴ്സിൻ്റെയും സിസ്റ്റംസ് വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യുന്നു, നിങ്ങളൊരു സെക്യൂരിറ്റി അസോസിയേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നു. അത് ഒന്നിൽ കൂടുതലോ സെക്യൂരിറ്റി അസോസിയേഷൻ്റെ സഹായത്തോടു കൂടിയായിരിക്കും നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇനി വേറൊരു മെത്തേഡുണ്ട്, നിങ്ങളുടെ സിസ്റ്റംസ് തമ്മിലായിരിക്കത്തില്ല ഈ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ സിസ്റ്റംസ് തമ്മിലായിരിക്കത്തില്ല സെക്യൂരിറ്റി അസോസിയേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, ആര് തമ്മിലായിരിക്കും, നിങ്ങളുടെ റൗട്ടേഴ്സോ ഗേറ്റ്വേസോ തമ്മിലായിരിക്കും. അതായത് സെൻഡറിൻ്റെ സൈഡിലുള്ള റൗട്ടറും റിസീവർ സൈഡിലുള്ള റൗട്ടറും തമ്മിലായിരിക്കും ഒരു സെക്യൂരിറ്റി അസോസിയേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സെക്യൂരിറ്റി അസോസിയേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നെങ്കിൽ പൊതുവെ ടണൽ മോഡ് വെച്ചിട്ടായിരിക്കും ആ സെക്യൂരിറ്റി അസോസിയേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ എങ്ങനെയായാലും നിങ്ങൾക്ക് സെക്യൂരിറ്റി എൻഷുർ ചെയ്താൽ മതിയല്ലോ. ഇനി അടുത്തൊരു മെത്തേഡുണ്ട്, അത് ഇച്ചിരി ഒരു കോംപ്ലിക്കേറ്റഡ് മെത്തേഡാണ്. ദാറ്റ് മീൻസ് ഒറ്റ ഒരു ടെക്നിക്ക് മാത്രമല്ല ഇവിടെ അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് എന്തൊക്കെ ചെയ്യുന്നുണ്ടോ നോക്കിയേ.
നിങ്ങൾ നിങ്ങളുടെ സിസ്റ്റംസുമായിട്ടും ഒരു സെക്യൂരിറ്റി അസോസിയേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതിന് പുറമെ ടണൽ എസ് ഐയുടെ സഹായത്തോടു കൂടി നിങ്ങളുടെ ഗേറ്റ് വേസും തമ്മിൽ സെക്യൂരിറ്റി അസോസിയേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഒരു കോമ്പിനേഷനാണ് തേർഡിൽ. ഫസ്റ്റിൽ നമ്മൾ എന്താ പഠിച്ചത്? നിങ്ങളുടെ സിസ്റ്റംസ് തമ്മിൽ, ദാറ്റ് മീൻസ് സെൻറ്ററിൻ്റെയും റിസീവറിൻ്റെയും സിസ്റ്റംസ് തമ്മിലാണ് സെക്യൂരിറ്റി അസോസിയേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. നിങ്ങളുടെ റൗട്ടേഴ്സോ ഗേറ്റ് വൈസുമായിട്ട് ഒരു പ്രത്യേകിച്ച് ലിങ്കൊന്നും ഉണ്ടാവില്ല, അതർ ദാൻ കണക്റ്റിംഗ് യു ടു ദ എക്സ്റ്റേണൽ വേൾഡ്, അല്ലേ? സെക്കൻഡ് ആണെങ്കിൽ എന്തുവാണ്? നിങ്ങളുടെ സിസ്റ്റംസ് തമ്മിലല്ല സെക്യൂരിറ്റി അസോസിയേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, നിങ്ങളുടെ രണ്ടുപേരുടെയും റൗട്ടേഴ്സ് തമ്മിൽ, സെൻറ്ററിൻ്റെയും റിസീവറിൻ്റെ റൗട്ടേഴ്സ് തമ്മിലായിരിക്കും ഒരു ടണൽ മോഡ് ഓഫ് സെക്യൂരിറ്റി അസോസിയേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. മൂന്നാമത് പറയുന്നത് എന്താ? രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷൻ, ദാറ്റ് മീൻസ് അതർ ദാൻ യൂസിങ് യുവർ സിസ്റ്റംസ്, ബോത്ത് സിസ്റ്റംസ് ഇൻ ഓർഡർ ടു എൻഷുർ സെക്യൂരിറ്റി, ദാറ്റ് മീൻസ് സെക്യൂരിറ്റി അസോസിയേഷൻ ഈ രണ്ട് സിസ്റ്റംസിലും വെച്ച് കണക്ട് ചെയ്യുന്നതിന് പുറമേ നിങ്ങളുടെ രണ്ടുപേരുടെയും റൗട്ടേഴ്സ് തമ്മിലും എന്ത് ചെയ്യും? ഒരു സെക്യൂരിറ്റി അസോസിയേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും. ഓക്കെ, ഇനി അവസാനം വരുന്ന മെത്തേഡ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാം. ഓക്കെ, നിങ്ങൾക്ക് എന്താ ഇങ്ങനെ സ്പെസിഫിക്കായിട്ട് ഒരുപാട് മെത്തേഡ്സ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, നിങ്ങൾ ഒരു പെർട്ടിക്കുലർ സിസ്റ്റമും ഒരു ഇൻഡിവിജ്വൽ ഗേറ്റ് വേ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഇൻഡിവിജ്വൽ ഗേറ്റ് വേയും ഈ ഒരു സിസ്റ്റവും തമ്മിൽ ഒരു സെക്യൂരിറ്റി അസോസിയേഷൻ ഉണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ ആ ഗേറ്റ് വേയും മറ്റ് എൻഡ് യൂസറിൻ്റെ സിസ്റ്റവും തമ്മിലും ഒരു സെക്യൂരിറ്റി അസോസിയേഷൻ ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടല്ലോ? ഫോർ എക്സാമ്പിൾ, ഞാൻ സെൻറ്ററാണ്, നിങ്ങൾ റിസീവറാണ്, നമ്മളെ കണക്ട് ചെയ്യുന്ന ഒരൊറ്റ ഗേറ്റ് വേ ആണെങ്കിൽ ഞാനെന്ന് പറയുന്ന സെൻറ്ററിൻ്റെയും ഈ പറയുന്ന ഗേറ്റ് വേയും തമ്മിൽ ഒരു സെക്യൂരിറ്റി അസോസിയേഷൻ ഉണ്ടാവും. ഈ ഗേറ്റ് വേയും നിങ്ങളും തമ്മിലായിരിക്കും അടുത്തൊരു സെക്യൂരിറ്റി അസോസിയേഷൻ ഉണ്ടാവുന്നത്. ദാറ്റ് ഇസ് ദ ഫോർത്ത് മെത്തേഡ് ഇൻ വിച്ച് യു ക്യാൻ കമ്പൈൻ ദ സെക്യൂരിറ്റി അസോസിയേഷൻ. ഓക്കെ, എനി ഹൗ വി ഹാവ് ടു എൻഷുർ സെക്യൂരിറ്റി. ഇപ്പം ആ മെത്തേഡ്സാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഹോപ്പ് ഇറ്റ് ഇസ് ഓൾ ക്ലിയർ ഫോർ യു. ഓക്കെ, ഇനി അടുത്ത പറഞ്ഞിരിക്കുന്ന മെത്തേഡ്സ്, കീ മാനേജ്മെൻറ്റിന് യൂസ് ചെയ്യാൻ പറ്റുന്ന അൽഗോരിതംസ് ഓൾറെഡി നിങ്ങൾ അസൈൻമെൻറ്റ് എഴുതിയതാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് വായിച്ച് നോക്കുക. സോ ദാറ്റ്സ് ഓൾ ഇൻ ദ കേസ് ഓഫ് 6th മോഡ്യൂൾ. 6ാമത്തെ മോഡ്യൂളിൽ നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക്സ് ഇത്രയുമാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോ മുതൽ 6th മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ.